ഹായ് ഹലോ 12th മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്തായിരിക്കും എന്നറിയാമല്ലോ. നമ്മൾ മറ്റന്നാൾ അതായത് 23-ാം തീയതി നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരിൻ്റെ എതിരെ കളിക്കാൻ പോവുകയാണ്. ആൻഡ് നമുക്കറിയാം ബാംഗ്ലൂരു ആയിട്ടുള്ള ആ ഒരു മാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ. കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു ലാസ്റ്റ് ഫിക്സ്ചർ, അതായത് ലാസ്റ്റ് മാച്ച് നോക്കുകയെന്ന് വെച്ചാൽ അവസാന 89-ാം മിനിറ്റിലൊക്കെയാണ് തോന്നുന്നു നമ്മുടെ സാവി ഹെർണാണ്ടസ് നമ്മുടെ എതിരെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കരുത്തരല്ലായിരുന്നു. നമുക്കറിയാലോ, അതായത് എല്ലാവർക്കും അറിയണ പോലെ നമുക്ക് ഇഞ്ചുറി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്താണ് ആ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗ്രൂപ്പ് ഘട്ടത്തിൽ നമ്മൾ ക്വാളിഫൈ ആയിട്ടുണ്ടെച്ചാലും ആ ഒരു മാച്ചിൽ നമ്മൾ തോറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറയണ നമ്മുടെ ISL കഴിഞ്ഞ സീസൺ ISLത്തെ കാര്യമാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ടൂറിൻ കപ്പിൽ നമ്മൾ ക്വാളിഫയേഴ്സ് കളിക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയായാലും നമ്മളുടെ മാച്ച് കടുപ്പായിരിക്കും. അപ്പോൾ ബാംഗ്ലൂരും കരുത്തരാണ്. നമ്മുടെ മെയിൻ കളി നമ്മളെങ്ങനെയായാലും ഇറക്കേണ്ട സമയം ആയിരിക്കുകയാണ്. ഈ 7 ഗോൾ 8 ഗോളിനും ജയിച്ച പോലെ ആയിരിക്കില്ല എങ്ങനെയായാലും കളി. പോരാത്തിന് നമ്മൾ പഞ്ചാബിൻ്റെ ഒപ്പം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. കളിയുടെ ആ ഒരു സ്റ്റൈല് ആകെ മൊത്തം ഡൗൺ ആയിരിക്കുകയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പല ടൈപ്പ് ഓഫ് വാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ലൂണ കളിക്കണില്ല, ലൂണ പോരാന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ലൂണയുടെ ആ ഒരു കളി നമുക്ക് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. പിന്നെ നമ്മുടെ 6th ഫോറിൻ സൈനിങ് ആരാണ് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും നിലവിൽ ഒരു കൺഫേമായ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. 48 മണിക്കൂറിൻ്റെ ഒരു കൺഫേമായ ഒരു അപ്ഡേറ്റ് വരുന്ന മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. പല ടൈപ്പ് ഓഫ് റൂമർ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റീവൻ ജോറ്റിക് ആ പ്ലെയറിൻ്റെ പേരിലായിരുന്നു മെയിനായിട്ട് നമ്മൾ കുറേ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലെയർ വന്നേക്കാം, വരുമ്പോൾ തന്നെ അടിപൊളി പ്ലെയറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ ആ ഒരു പ്ലെയറിൻ്റെ കാര്യത്തിലും ഒരു കൺഫേമായ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. പ്ലെയർ വരുമെന്ന് വിചാരിക്കാം, കാരണം അടിപൊളി പ്ലെയറാണ്, ഒരു കറക്റ്റ് റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ജെയ്മി മെക്ലാറിന് ഒരു കോമ്പറ്റീഷനൊക്കെ ആവാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് പ്ലെയറാണ് സ്റ്റീവൻ ജോറ്റിക്. പിന്നെ ബംഗളൂരുവിനെ കുറിച്ച് പറയാനെന്ന് വെച്ചാൽ പെരേര ഡയസ്, അതേപോലെ തന്നെ നമുക്ക് നല്ല പരിചയമായ സ്ട്രൈക്കേഴ്സും കാര്യങ്ങളും, പിന്നെ അതേപോലെ ഫോറിൻ പ്ലേയേഴ്സും കാര്യങ്ങളുള്ള സ്ക്വാഡാണ്. സോ ലെറ്റ്സ് വിഷ് മറ്റന്നാൾ നമ്മൾ ജയിക്കും. കാരണം നമുക്ക് ക്വാളിഫൈ ആവേണ്ടതാണ്. പോരാത്തതിന് അപ്പുറത്ത് ഇപ്പം നമ്മൾ ക്വാളിഫൈ ആയാൽ തന്നെ നമ്മുടെ കൂടെ വരാൻ ചാൻസ് ഉള്ളത് ഈസ്റ്റ് ബംഗാളോ അല്ലെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസോ ആണ്. എന്തായാലും നമ്മൾ ക്വാളിഫൈ ആവട്ടെ ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ വരുമല്ലോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബിലോ. അപ്ഡേറ്റ്സ് ആദ്യം ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കമ്മ്യൂണിറ്റി ടാബ് വഴിയായിരിക്കും ടൈം ടു ടൈം അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുന്നുണ്ടാവുക. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.